ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരാളുടെ ഫേസ് വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫേസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതും വാട്ടർ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട്. വാട്ടർ കളർ പെൻസിൽ ഉപയോഗിച്ച് പല ലേയേഴ്സ് ആയിട്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഡ്രോയിങ്സ് ചെയ്യാൻ പറ്റും. അതുതന്നെ സ്കിൻ ടോൺസ് ഒക്കെ നല്ല രീതിയിലായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആ വീഡിയോ കാണാൻ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ എങ്ങനെ വാട്ടർ കളർ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാം. നമ്മുടെ റൊണാൾഡോൻ്റെ പോർട്രേറ്റ് ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ടാണ് ആദ്യം സ്കെച്ച് ചെയ്യുന്നത്. ഒരു HB അല്ലെങ്കിൽ 2H പെൻസിൽ വെച്ചിട്ട് ഗ്രിഡ് വരച്ചിട്ട് നമുക്ക് ഓരോ പോർഷൻസ് നോക്കി പേപ്പറിലേക്ക് വരയ്ക്കാം. കുറേ പേര് ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് വീണ്ടും സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും ഡൗട്ട്സ് ഞാൻ അപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയും ഒരുപാട് പേർക്ക് ഗ്രിഡ് മനസ്സിലായില്ലെങ്കിൽ, അതായത് ഗ്രിഡ് നോക്കി എങ്ങനെ വരയ്ക്കണം, എത്ര കോളം വേണം, എത്ര സൈസ് വരയ്ക്കണം എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഗ്രിഡിനെ കുറിച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും. വരച്ച് തുടങ്ങുന്നവർക്ക് എളുപ്പത്തിലൊരു ഫോട്ടോ വരയ്ക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രിഡ് വെച്ചിട്ട് നമ്മുടെ റൊണാൾഡോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. സ്റ്റെഡ്ലറിൻ്റെ വാട്ടർ കളർ പെൻസിൽസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു പഴയ കളക്ഷനാണ്. ഒരുപാട് പെൻസിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യണ പോലെ തന്നെ ഓരോ കളേഴ്സ് എടുത്തിട്ട് നോക്കി ചെയ്യുക. എന്നിട്ട് ഇത് ഈ കാണുന്ന പോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ബ്രഷ് മുക്കിയിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ പോയിൻ്റ് ബ്രഷൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സിലാണ് ഇത് ചെയ്യുന്നത്. കളേഴ്സ് മാക്സിമം ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി ബ്രില്യൻ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പടം അടിപൊളിയാവും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെയർ ചെയ്യുക. പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട്, ഈ പറയുന്ന പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ കളർ പെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളർ പെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ പെൻസിൽ മാക്സിമം ഷാർപ്പൻ ചെയ്തിട്ട് ലെയർ ബൈ ലെയർ ചെയ്ത് വരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ വർക്ക്. അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ ലെയർ ഞാനിപ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പോസിബിളായിട്ടുള്ള കളേഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മുടി നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഹെയർ തന്നെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട്, ചില ഭാഗത്തൊരു ബ്ലൂവിഷ് ഷെയ്ഡ് ഉണ്ട്. ആ ടോണൊക്കെ ഞാൻ അതാത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ബ്രഷിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. വെള്ളം അധികം എടുക്കുന്നില്ല. വരച്ച ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെറ്റാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. വാട്ടർ കളർ പെൻസിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മീഡിയം ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കളറിലേക്ക് കടക്കും മുമ്പ് നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് വാട്ടർ കളർ പെൻസിലും വാട്ടർ കളർ കേക്ക്സും. വാട്ടർ കളർ കേക്ക്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വാട്ടർ കളർ പെൻസിലിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൊണാൾഡോയുടെ പോർട്രേറ്റ് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാരനല്ലാത്ത ഒരാളുടെ ഒരു ഫെയർ സ്കിൻ സ്റ്റഡിയാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ സെലിബ്രിറ്റീസിന് വരയ്ക്കാറില്ല. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു സെലിബ്രിറ്റീസിന് അധികം വരയ്ക്കരുതെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൽ ഉദ്ദേശം വരയ്ക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സെലിബ്രിറ്റീസിന് വരച്ച് നമ്മുടെ ചാനൽ വൈറലായി ഒരുപാട് പേര് വന്ന് പിന്നെ ഫാൻ ഫൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം മാറിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ സെലിബ്രിറ്റീസ് ഒന്നും വരയ്ക്കാത്തത്. നിങ്ങളാണ് അതൊക്കെ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം വരച്ച് പഠിക്കാനുള്ള ടെക്നിക്കും ടിപ്പൊക്കെ പറഞ്ഞു തരിക, അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മുടെ റൊണാൾഡോയുടെ ആ ഒരു ഫെയർ സ്കിൻ്റെ ടോൺ ഉണ്ടല്ലോ, അതായത് യെല്ലോ ഓക്കർ, ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട്. കാരണം ഷാഡോസൊക്കെ ഒരു ഓറഞ്ചിഷ് റെഡിഷ് ഷെയ്ഡാണ് റൊണാൾഡോയ്ക്ക് ഉള്ളത് ഈ ഒരു പിക്ചറിൽ. അതുപോലെ തന്നെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ലെയറായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ ഓക്കറിൻ്റെ ലെയർ അപ്ലൈ ചെയ്തു, എന്നിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്തു. പിന്നെ ഞാൻ ബ്രൗണിൻ്റെ ഷെയ്ഡ് അപ്ലൈ ചെയ്തു, വെള്ളം കൊണ്ട് വാഷ് ചെയ്തു. പിന്നെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് വെള്ളം കൊണ്ട് വാഷ് ചെയ്തു. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചെയ്യുമ്പോൾ നല്ല GSM ഉള്ള പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. A4 പേപ്പറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലെയർ ബൈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യുമ്പോൾ പേപ്പർ കീറാനൊരു ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ആർട്ടോ എന്ന ബ്രാൻഡിൻ്റെ 180 GSM പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആർട്ടോ എന്നുള്ള ബ്രാൻഡ് അധികം സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറല്ല, കുറച്ച് റഫായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഇതുപോലുള്ള കളർ പെൻസിൽ വർക്കുകൾക്ക്, വാട്ടർ കളർ പെൻസിൽ വർക്കുകൾക്ക് കുറച്ചൊന്ന് റഫായിട്ടുള്ള പേപ്പറാണ് നല്ലത്. അധികം സ്മൂത്ത് ആവശ്യമില്ല. എന്നാൽ മാത്രമേ നമ്മുടെ ആ പെൻസിലിൻ്റെ ആ ഒരു പിഗ്മെൻ്റൊക്കെ കളർ പിഗ്മെൻ്റൊക്കെ നല്ല രീതിയിൽ പേപ്പറിൽ പിടിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ഭാഗത്ത് മാക്സിമം പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുക. ഞാനിപ്പോൾ കൺപീലിയും കണ്ണിൻ്റെ ഉള്ളിലൊക്കെ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് ചെയ്യുന്നത്.
പെൻസിലിൻ്റെ ടിപ്പിൽ നിന്ന് കുറച്ചുകൂടി ബാക്കോട്ട് ഇറക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടും. ടിപ്പിനോട് അടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്കാവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക വരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം ഒരു യെല്ലോ ലെയർ ചെയ്തു, പിന്നെ ഡാർക്ക് ടോൺസ് ആ യെല്ലോൻ്റെ ഡാർക്ക് കളർ വെച്ചിട്ട് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഞാനൊരു പിങ്ക് പെൻസിൽ എടുത്തിട്ടുണ്ട്. പിങ്ക് പെൻസിൽ എടുത്തിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ പോസിബിളായിട്ടുള്ള എല്ലാ കളേഴ്സും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം കൊണ്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒന്ന് ബ്ലെൻഡായി സ്മൂത്തായിട്ട് കറക്റ്റ് സ്കിൻ ടോൺ പോലെ വരും. അപ്പോൾ സ്കിൻ ടോൺ ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ വാട്ടർ കളർ പെൻസിൽ വളരെ ഈസിയാണ്. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കളർ പിക്ക് ചെയ്യുക, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സംഭവം വളരെ സിമ്പിളാണ്. എനിക്കറിയാം ഒരുപാട് പേരിപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ വരച്ചിട്ട് ഇപ്പോൾ വേറെ അടുത്ത് എന്തെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്ക് കടക്കാവുന്ന ഒരു സംഭവമാണ് കളർ പെൻസിലും ഇതുപോലെ വാട്ടർ കളർ പെൻസിലും. അടുത്തൊരു സ്റ്റേജായിട്ട് നമ്മുടെ ചാനലിൽ ഈ പറഞ്ഞ എല്ലാത്തിനും ട്യൂട്ടോറിയൽ ഉണ്ടാവും. അപ്പോൾ 2-3 വർഷത്തെ ഒരു യാത്രയായിരിക്കും. നമ്മൾ എല്ലാ ടൂൾസും പരിചയപ്പെടാം, എല്ലാ തരത്തിലുള്ള ആർട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വാട്ടർ കളർ ചെയ്യാനായിരുന്നു. പിന്നീട് ഞാൻ അക്രിലിക്കിലേക്ക് മാറിയപ്പോൾ എൻ്റെ സ്റ്റൈലിനും എൻ്റെ ആ ഒരു പെയിൻറ്റിങ് സ്പീഡിനും ഒക്കെ അക്രിലിക്കാണ് നല്ലതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളെപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പുതിയ ടൂൾസ് കാണുമ്പോൾ അതെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഒരു ബെറ്റർ ടൂളെത്തും. അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി ആർട്ടിസ്റ്റ് നമുക്ക് നന്നായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ലിപ്പിന് ഓറഞ്ച് പിങ്ക് എന്നുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡാർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പല്ല് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല്ലിൻ്റെ വേറൊരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ടിപ്പ് തരാം. പല്ല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അധികം ഷാഡോയും കാര്യങ്ങളും ഔട്ട്ലൈനൊന്നും കൊടുക്കാൻ നിൽക്കരുത്. കാരണം പല്ലുമ്പോൾ അധികം കയറി പണിത് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പല്ലിൻ്റെ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ പിക്ചർ നമ്മുടെ ഈ വരയ്ക്കുന്ന പേപ്പറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലേക്കാണ് വരച്ച് പ്രോഗ്രസ് ചെയ്ത് വരിക. അതായത് ടോപ്പ് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, മുടിയുടെ ആ ഒരു പോർഷനിൽ നിന്ന്. പതിയെ നമ്മൾ ബോട്ടം റൈറ്റിൽ ചെന്നിട്ട് പടം അവസാനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ റിവേഴ്സ് പോവുകയാണെങ്കിൽ നമ്മുടെ കൈ വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും പോയി പിന്നെ ചെളിയൊക്കെ പിടിച്ച് ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡിങ് ചെയ്യുകയാണെങ്കിൽ പെൻസിൽ വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പേപ്പറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന്, അതായത് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവരാണ് പറയുന്നത്, പേപ്പറിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലേക്ക് വരച്ചുകൊണ്ട് വരിക. പിന്നെ ഓരോ ലെയർ തീരുമ്പോഴും നോക്കുക നമ്മുടെ പടം അതേപോലെ തന്നെ ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യുക. ഷാഡോസൊക്കെ ലെയർ ബൈ ലെയർ ചെയ്ത് പതുക്കെ കൊണ്ടുവരാം. ഇപ്പോൾ ഡയറക്റ്റ് ഡാർക്ക് ഷാഡോ ആണെന്ന് പടത്തിൽ കണ്ടിട്ട് നമ്മൾ പേപ്പറിലേക്ക് ഡാർക്ക് ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ലെയർ ബൈ ലെയർ ചെയ്ത് കൊണ്ടുവരിക. അതാണ് ആ പടത്തിനൊരു ഭംഗിയും വരിക, ഒരു ഷെയ്ഡിങ്ങിൻ്റെ പൂർണ്ണതയും വരിക. പിന്നെ ഞാൻ ചെറിയ താടിയുടെ ആ ഭാഗത്തൊക്കെ ചെറിയ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ പടം തോന്നും. താടിയുള്ള ഭാഗത്ത് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷേവ് ചെയ്ത് കഴിഞ്ഞുള്ള മുഖത്തൊക്കെ ആണെങ്കിൽ ഒരു ഗ്രീനിഷ് ടോൺ ഉണ്ട്. അത് നമ്മുടെ റെഫറൻസ് പിക്ചറിലില്ല, പക്ഷേ ഞാനത് പെയിൻറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാനായിട്ട്, കുറച്ചും കൂടി കളർ വേരിയേഷൻസ് കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ ടീഷർട്ട് ചെയ്യാം. ടീഷർട്ടിൽ ഒരു റെഡിഷ് കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാർട്ടാണ് കേട്ടോ നമ്മുടെ കളർ പെൻസിലിൻ്റെ. ഞാനിപ്പോൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ നോക്കുക. ഞാൻ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്തപ്പോൾ കളർ മാറിയത് കണ്ടോ, വളരെ ബ്രൈറ്റായിട്ട് നല്ല ഓറഞ്ച് കളർ, അതും കളറെല്ലാം ഫില്ല് ചെയ്ത് കിട്ടി. അതുതന്നെയാണ് നമ്മുടെ വാട്ടർ കളർ പെൻസിലിൻ്റെ മാജിക്ക്. ഈ ഒരു ട്യൂട്ടോറിയൽ വാട്ടർ കളർ പെൻസിൽസിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവാനായിട്ട്, പോർട്രേറ്റ് വരയ്ക്കാനായിട്ടും അതുപോലെ തന്നെ വാട്ടർ കളർ പെൻസിൽ ട്രൈ ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ബേസിക് മുതലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള പടങ്ങളൊക്കെ വരച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു സെലിബ്രിറ്റിയുടെ ഒരു പോർട്രേറ്റ് വരച്ചിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഇപ്പോൾ വരച്ച് പഠിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ടെക്നിക്സും ടിപ്പും മനസ്സിലാക്കണം, എൻ്റെ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ചാനൽ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഈ ഭൂഗോളത്തിൽ why this man is called a genius.
നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നാം വന്നിട്ടെന്ന് ചൊല്ല്, തിരുമ്പി വന്നിട്ടെന്ന് ചൊല്ല്, റോണോ വന്നിട്ടെന്ന് ചൊല്ല്, റൊണാൾഡോടാ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ